നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. കഴക്കൂട്ടം സ്വദേശിയും ഗുണ്ടാ സംഘാംഗവുമായ ഉണ്ണിക്കുട്ടനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചതാണ് ഏറ്റവും ഒടുവിലത്തേത്. മറ്റൊരു ഗുണ്ടയായ രതീഷാണ് ഉണ്ണിക്കുട്ടനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. രതീഷിനായി പോലീസ് തിരച്ചിൽ തുടങ്ങി. ഇന്നലെ വൈകിട്ട് കഴക്കൂട്ടം മേനംകുളത്ത് വെച്ചാണ് സംഭവം. ഉണ്ണിക്കുട്ടനെ ഭീഷണിപ്പെടുത്തി ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയതാണെന്ന് സംശയം തോന്നിയ നാട്ടുകാരനാണ് പോലീസിൽ വിവരമറിയിച്ചത്. തുടർന്ന് കഠിനംകുളം പോലീസ് നടത്തിയ തിരച്ചിലിൽ കണിയാപുരത്ത് വെച്ച് അവശനിലയിൽ ഉണ്ണിക്കുട്ടനെ കണ്ടെത്തുകയായിരുന്നു. ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മദ്യം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് രതീഷ് ബൈക്കിൽ വിളിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഉണ്ണിക്കുട്ടൻ പോലീസിന് മൊഴി നൽകി. ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. 1 മാസം മുൻപാണ് രതീഷ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മയക്കുമരുന്നിന്റെ പറുദീസയായി മാറിയ കേരളത്തിൽ ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന പട്ടാപ്പകൽ കൊലപാതകത്തിന് അറുതി വരുത്താൻ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ബോൾട്ട് നടക്കുമ്പോൾ തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലും തമ്മിൽ തല്ലും. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കൊലപാതകമാകാതെ പോയത്. എന്നാൽ നഗരം ഇപ്പോഴും ഭീതിയിൽ തന്നെയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന രീതിയിൽ ഒരു നഗരത്തെ മാറ്റിയെടുത്തിരിക്കുന്നു. ഇവിടെ പോലീസിന്റെ ഓപ്പറേഷൻ ബോൾട്ടിനെ ഗുണ്ടകൾ വെറും ബോൾട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. അറസ്റ്റിലായ ക്രിമിനലുകളുടെ എണ്ണം കുറവാണ്. 422 പേരാണ് ആദ്യ ദിനത്തിൽ റെയ്ഡിൽ പിടിയിലായത്. ഇന്നലെ 25 ക്രിമിനലുകളെ മാത്രമേ പിടിക്കാനായുള്ളൂ. മറ്റു ക്രിമിനലുകളെല്ലാം ഒളിവിലും സുരക്ഷിത താവളങ്ങളിലുമാണ്. അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തിറങ്ങി ഓപ്പറേഷൻ ചാർട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത ശേഷം വീണ്ടും ഒളിവിൽ പോകും. പിന്നെ എങ്ങനെ പോലീസിന്റെ ഓപ്പറേഷൻ ബോൾട്ടിൽ ക്രിമിനലുകൾ വീഴും? 5 ദിവസത്തിനുള്ളിൽ 2 കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ച തലസ്ഥാന നഗര ജീവിതം ഗ്യാരണ്ടി ഇല്ലാതെ മാറിയിരിക്കുകയാണ്. ശ്രീവരാഹം കൊലപാതകത്തിലെ മുഖ്യപ്രതി അർജുനും ഇന്ന് പിടിയിലായി. കഴക്കൂട്ടത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെയും പോലീസ് പിടികൂടി. നടപടി തുടരുമെന്ന് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുദീൻ പറഞ്ഞു. ഗുണ്ടാ ലഹരി മാഫിയ കേസുകളിലാണ് വ്യാപക അറസ്റ്റ് നടക്കുന്നത്. 97 പേർ കരുതൽ തടങ്കലിലാണ്. നഗരം ശാന്തമാകുമെന്നും കമ്മീഷണർ പറഞ്ഞു. ശ്രീവരാഹത്തെ ശ്യാമിനെ കൊലപ്പെടുത്തി 3 ദിവസത്തിനപ്പുറമാണ് മെന്റൽ അർജുൻ എന്ന അർജുൻ പോലീസിന്റെ വലയിലായത്. തമ്പാനൂരിൽ നിന്ന് ഇതര സംസ്ഥാനത്തേക്ക് കടക്കാൻ ശ്രമിക്കവേ ഷാഡോ പോലീസാണ് ഇയാളെ പിടികൂടിയത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോർട്ട് ACP ആണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. മയക്കുമരുന്ന് വിതരണ സംഘത്തിലെ അംഗമായ അർജുൻ ദീർഘനാളായി മുംബൈയിലായിരുന്നു. ഇത് തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിന്റെ ഭാഗമായാണ് പോലീസ് ഓപ്പറേഷൻ ബോൾട്ട് രൂപീകരിച്ചത്. എന്നാൽ അതും ഫലപ്രദമാകുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. തലസ്ഥാന നഗരത്തിലെ ഗുണ്ടകളെയും മയക്കുമരുന്ന് മാഫിയകളെയും നോട്ടമിട്ടുള്ള റെയ്ഡ് വരും ദിവസങ്ങളിലും തുടരും. ആദ്യഘട്ടത്തിൽ തന്നെ തലസ്ഥാനത്ത് ദൗത്യം വിജയം കണ്ടുവെന്നാണ് പോലീസ് വിലയിരുത്തിയിരിക്കുന്നത്. അടുത്തിടെ 2 അരും കൊലകളാണ് നഗരമധ്യത്തിൽ നടന്നത്. പ്രതികളെല്ലാവരും തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായവരാണ്. ഇതുതന്നെയാണ് തലസ്ഥാനത്ത് ഓപ്പറേഷൻ ബോൾട്ട് എന്ന ദൗത്യത്തിൽ എത്തിച്ചേർന്നത്. ഓപ്പറേഷൻ ബോൾട്ടിന്റെ ഫലമായി നഗരത്തിൽ വിവിധയിടങ്ങളിൽ നടത്തിയ 241 റെയ്ഡിൽ 41 പേരെ അറസ്റ്റ് ചെയ്തു. പോലീസ് സ്വമേധയാ എടുത്ത 292 കേസുകളിലായി 292 പേരെയും വാറണ്ട് കേസിലെ പ്രതികളായ 68 പേരെയും സിറ്റി പോലീസിന്റെ കീഴിലെ 41 സ്റ്റേഷൻ പരിധികളിൽ നിന്നായി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. 1250ഓളം വാഹനങ്ങളും പോലീസ് പരിശോധിച്ചു. ഓപ്പറേഷൻ ബോൾട്ടിന്റെ ഭാഗമായി ജില്ലയിലേക്ക് ഏതൊക്കെ വഴിയാണ് ഡ്രഗ്സ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ മുഴുവൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബസ്സുകൾ, ട്രെയിനുകൾ എന്നിവയെയും പ്രത്യേകം നിരീക്ഷിക്കും. ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്യുന്ന ഡ്രഗ്സ് കേസുകളെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ പ്രത്യേകം നിരീക്ഷിക്കും. നിലവിൽ സിറ്റി പോലീസ് പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ 150ഓളം ഡ്രഗ്സ് വിൽപ്പനക്കാർ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച സൂചന. ഇവരിൽ നിന്നുള്ള വ്യാപാരം തടയാനും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനുമായുള്ള പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇവരെ കരുതൽ തടങ്കലിലും വെക്കും. നഗരത്തിൽ മയക്കുമരുന്ന്, കഞ്ചാവ് വ്യാപാരം നടത്തുന്നതായി പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ CP വിജിൽ എന്ന എമർജൻസി നമ്പറായ 9497975000 എന്ന നമ്പറിലേക്ക് പൊതുജനങ്ങൾക്കും അറിയിക്കാമെന്നും ഇത് കമ്മീഷണർ തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. സിറ്റിയിൽ നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി ജില്ലയിലെ റൂറൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും ഓപ്പറേഷൻ ബോൾട്ടിന്റെ ഭാഗമായുള്ള പരിശോധനകൾ ശക്തമാക്കുമെന്ന് സൗത്ത് സോൺ ADGP മനോജ് എബ്രഹാം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.